نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فاتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يحسبن الذين كفروا أنما نملي لهم خير لأنفسهم إنما نملي لهم ليزدادوا إثما ولهم عذاب أليم ولهم عذاب مهين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اتقوا الله عباد الله ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, ഏകനായ പടച്ച റബ്ബിന്റെ വിധികളൊക്കെ ശ്രദ്ധിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഓരോരുത്തരോടും അത്തരത്തിലുള്ള ജീവിതം ക്രമീകരിക്കണേ എന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഓതിക്കൽപ്പിച്ച വചനം സൂറത്ത് ആൽ ഇംറാനിലെ 178 വാക്യമാണ്. കാലികമായി ഏറെ പ്രസക്തമായ, നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന, നമ്മുടെ പല ആശങ്കകൾക്കും അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വചനമാണ് ഓതിക്കൽപ്പിച്ചത്. അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. വലാ യഹ്സബന്ന അല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം. സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഗുണകരമാണ് എന്ന് അവർ ഒരിക്കലും വിചാരിച്ചു പോകരുത്. സത്യനിഷേധികളുടെ അതികഠിനമായ ക്രൂരതകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഫലസ്തീനിലും നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലും മറ്റ് പല ഭാഗങ്ങളിലും അവരുടെ ഒരുപാട് പ്രയാസങ്ങൾ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള സത്യനിഷേധികളോട് അള്ളാഹുവിന്റെ ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് സമയം നീട്ടിത്തരുന്നത് എന്തിനാണെന്നറിയോ? ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ. അവരുടെ പാപം കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് നാം അവർക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലഹും അദാബുൻ മുഹീൻ. അപമാനകരമായ, വേദനാജനകമായ ശിക്ഷയാണ് അവർക്ക് വഹിക്കാനുള്ളത്. ആയുസ് കൂടുമ്പോ
ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യവും സൗകര്യങ്ങളും സമ്പത്തും സാധന സാമഗ്രികളുമൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപെടുമ്പോ അതിന് നന്ദി ചെയ്യേണ്ടതിന് പകരം അതിക്രമകാരികളായി തീരുകയാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് കൂടുതൽ പാപങ്ങൾ, കുറ്റഭാരം പേറേണ്ട അവസ്ഥയാണ് ഉണ്ടാകുക എന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം കഴിഞ്ഞു. നന്മയുടെ, ഹൈറിന്റെ, ബർക്കത്തിന്റെ ഒരു മാസക്കാലം നാം കടന്നു പോകുന്നു. ماذا بعد رمضان ماذا بعد رمضان سؤال يحتاج إلى وقفة تأمل ومحاسبة. ഏറെ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് റമദാനിന് ശേഷം പിന്നെ എന്താണ് എന്ന്. നമ്മൾ പലതും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, പലതിലൂടെയും ജീവിച്ചു പോരുന്നു. فليس من صفات المسلمين فليس من صفات المؤمنين أن يتركوا طاعة الله تعالى مع غروب الشمس رمضان. റമദാനിന്റെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിച്ചതോടുകൂടി പടച്ചവൻ അതുവരെ നൽകിപ്പോന്ന അവനോടുള്ള കടമകളും കടപ്പാടുകളും നന്മകളും നിർത്തിവെക്കുക എന്നത് ഒരു വിശ്വാസിക്ക് അനുകൂലമല്ല. المؤمنون الصادقون بعد رمضان على وجل وخوف وشفقة من أن ترفع أعمالهم الصالحة فلا تقبل. അവർ പേടിയിലാണ്, ഭയത്തിലാണ്. പടച്ചവൻ ഞാൻ ചെയ്ത ആ മാസത്തിൽ ചെയ്ത കാര്യങ്ങളൊന്നും സ്വീകരിക്കാതിരിക്കുമോ? എന്റെ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നോ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് അവർ കൂടുതൽ കൂടുതൽ അടുക്കാനും ആ കർമ്മങ്ങൾ ഓരോന്നും സ്വീകരിക്കപ്പെടാനുമുള്ള പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെടുന്നത്. ഫഹും യർജൂന الله ويدعون الله ويسألونه أن يتقبل منهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അവർ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പല സഹാബത്തും റമദാൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസക്കാലം അള്ളാഹുവെ ആ റമദാനിനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്ന തൊട്ടടുത്ത 6 മാസം അടുത്ത റമദാനിൽ എനിക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. وقد كان السلف الصالح يجتهدون في إكمال العمل وإتمامه وإتقانه ثم يهتمون ثم يدعون ثم يرفعون أيديهم إلى الله بقبوله. പിന്നെ അവർ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്തിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പൂർവികരായ പലരും ചെയ്യാറുണ്ടായിരുന്നത്, പടച്ചോനെ സ്വീകരിക്കണേ, പടച്ചോനെ അമലുകൾ കബൂലാക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരുന്നത് എന്ന്. നമ്മൾ ഒരുപാട് നേടി ആ മികവിലാണോ നമ്മൾ? ആ അഹങ്കാരത്തിലും പൊങ്ങച്ചത്തിലുമാണോ നമ്മളുള്ളത്? ഞാൻ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്, മോശക്കാരനൊന്നുമല്ല, ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് എന്ന വിചാരത്തിലാണോ? എങ്കിൽ ഈ കഥ ഒന്ന് കേൾക്കൂ. ഏത് കഥ? മഹാനായ പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ ഭവനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ദിരം പണിതുയർത്തിയിട്ട്
അവിടെ പ്രാർത്ഥിച്ചത് എന്താ? ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ. ആ പ്രധാനപ്പെട്ട ഭവനം അവർ പണിതുയർത്തി മാറി നിന്നിട്ട് വലിയൊരു കർമ്മം ചെയ്തതായിട്ട് കോളർ മുക്കി കാണിക്കല്ല ചെയ്തത്, അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയല്ല ചെയ്തത്. ആ തരത്തിലുള്ള ആഠ്യത്വ മനോഭാവം, അഹങ്കാരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ആ വർത്തമാനം പറയുകയല്ല ചെയ്തത്. അങ്ങനെയല്ല അവർ ചെയ്തത്. പിന്നെന്താ? അവർ പ്രാർത്ഥിക്കുകയായിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, ഞങ്ങളുടെ രക്ഷിതാവേ, പ്രാർത്ഥിക്കണേ, സ്വീകരിക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. വഇദാ അലിമൽ അബ്ദു അന്ന കസീറൻ മിനൽ അഅമാൽ തുറദ്ദു അലാ സാഹിബിഹാ ലിഅസ്ബാബിൻ കസീറ. നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പല സംഗതികളും നമ്മുടെ പോരായ്മ കൊണ്ട്, നമ്മൾ ചെയ്ത പല കാര്യങ്ങളും നമ്മുടെ വേണ്ടാത്തരങ്ങൾ കൊണ്ട്, നമ്മുടെ പോരായ്മകൾ കൊണ്ട്, ആളെ കാണിക്കാനുള്ള നമ്മുടെ പ്രകടന കൊണ്ട് ഒരു കാര്യം ചെയ്ത് 1000 പേരെ അറിയിക്കുകയാണ്. പണ്ട് 1000 കാര്യം ചെയ്താലും ഒരാളെ പോലും അറിയിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു നമ്മുടെ പൂർവികർക്ക്. അവരങ്ങനെ അറിയിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ഒരു കാര്യം ചെയ്ത് ആയിരക്കണക്കിന് കൂട്ടായ്മകളിൽ, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. وإذا علم العبد أن كثيرا من الأعمال ترد على صاحبها غير قبول لا يتقبل الله لأسباب كثيرة كان أهم ما يهمه معرفة علامات القبول. എന്തൊക്കെയാ സ്വീകരിക്കാനുള്ള, പടച്ചവൻ എന്നിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നാണ് അവർ മനസ്സിലാക്കുക. കുന്നാ ഫി റമളാൻ ഫി ഇബാദത്തില്ലാ, കുന്നാ ഫി ശഹ്രി റമളാൻ ഫി മസാജിദില്ലാ വഅലാ തഅത്തില്ലാ. റമളാൻ മാസത്തിൽ നമ്മൾ പള്ളികളിലായിരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എല്ലാ നിലക്കും അള്ളാഹു നിശ്ചയിച്ച ഓരോ അമലുകളും സന്തോഷിക്കുകയായിരുന്നു. പള്ളികൾ സന്തോഷിച്ചു, കാരണം പള്ളികളിൽ നിറയെ ആളുകളാണ്. ഖുർആൻ സന്തോഷിച്ചു, കാരണം ഖുർആൻ എല്ലാരും ഓതിക്കൊണ്ടിരിക്കുക. പാപങ്ങൾ സന്തോഷിച്ചു, അവർക്ക് ഒരുപാട് നന്മകൾ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാം നിർത്തിയോ? എല്ലാം അവസാനിപ്പിച്ചോ? എങ്കിൽ അവരുടെ പേരെന്താ അറിയോ? ലാ തഖൂലു ആമന്നാ വലാകിൻ ഖൂലു അസ്ലംനാ. പള്ളികളില്ലെങ്കിൽ ഇദാ അൻത ലൈസ മൗജൂദൻ ഫിൽ മസാജിദ് വഫി ഇബാദത്തില്ലാഹ് വഅൻത ലാ തഖുൽ ഇന്നി മുഅ്മിനുൻ വഅൻത ലാ തഖുൽ നഹ്നു ആമന്നാ വലാകിൻ അൻത തഖൂൽ നഹ്നു അസ്ലംനാ. അങ്ങനെ പറയണ്ട, ഈമാനുണ്ട് എന്ന് പറയണ്ട. വലാകിൻ അൻത തഖൂൽ, മുസ്ലിം ആയിട്ടുണ്ട്, കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. വഖാലത്തിൽ അറാബ് ആമന്നാ കുല്ലൻ തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും വഇൻ തുതിഉ അല്ലാഹ വറസൂലഹു ലാ യൽതികും മിൻ അഅമാലികും ശൈആ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അറാബികൾ വന്നിട്ട് ഈമാൻ പൂർണ്ണമായി മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറയും. മുനാഫിക്കുകളാണ് അവർ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയും, ഞങ്ങള് ഇന്നാ നശ്ഹദു ബി അന്നക റസൂലല്ലാഹ്, ഇന്നാ നശ്ഹദു ബി അന്നനാ അസ്ലംനാ ആമന്നാ ബി അന്നനാ മുസ്ലിമൂൻ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറയാ, ലാ തഖൂലു കുല്ലൻ തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംനാ. മുഅ്മിനായിട്ടുണ്ട് എന്ന് പറയണ്ട, മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ രണ്ട് വ്യത്യാസമുണ്ട്.
ഒന്ന് ആ സൊസൈറ്റിയിൽ അംഗമാകുന്നതിന്, ആ സമൂഹത്തിൽ എണ്ണപ്പെടുന്നതിന്, അങ്ങനെ അംഗീകരിക്കപ്പെടുന്നതിനൊക്കെയുള്ള പേരാ വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, അത് തസ്ദീഖും ബിൽ അമൽ. അൽ ഈമാൻ, അൽ ഈമാൻ തസ്ദീഖും ബിൽ അമൽ. അമലിന്റെ പൂർത്തീകരണം ഉണ്ടാക്കാം, അമലിന്റെ പിൻബലം ഉണ്ടാകും, എങ്കിലേ ഈമാൻ ഉണ്ടാവുള്ളൂ. ലാ തദ്ഉ لأنفسكم مقام الإيمان ظاهرا وباطنا وكاملا ولكن قولوا أسلمنا أي دخلنا في الإسلام وقد تصروا على ذلك وقد تصروا على ذلك لا مزيد. എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇസ്ലാമാണ്, മുസ്ലിമായിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. കാരണം എന്താ അറിയോ, നമ്മള് ഒഴുക്കിനനുസരിച്ച് നീങ്ങുക. ഓരോ കാലഘട്ടം വരുമ്പോ അതിലങ്ങനെ ഒഴുകിച്ചേരുക, അതിലങ്ങനെ ചേർന്ന് പോവുക. ഒരു സീസൺ വന്നപ്പോ, ഒരു കാലഘട്ടം വന്നപ്പോ, എല്ലാരും പള്ളിയിൽ കണ്ടപ്പോ, എല്ലാരും നോമ്പെടുക്കുന്നത് കണ്ടപ്പോ അതിന്റെ കൂടെ പോവുക. കാരണം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാത്തിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. നരകക്കാരെ സംബന്ധിച്ച് സ്വർഗത്തിലുള്ള ആളുകൾ ചോദിക്കുക, വഅഹ്ലുൽ ജന്ന യസ്അലൂന മൻ കാന ഫീ അഹ്ലിൻ നാർ. നരകത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് സ്വർഗത്തിലുള്ള ചില ആളുകൾ ചോദിക്കുമ്പോ യുസ്തജാബു ലഹും ഇന്നാ കുന്നാ നഖൂദു മഅൽ ഖായിദീൻ. ഞങ്ങൾ ആളുകളുടെ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീങ്ങിപ്പോവുകയായിരുന്നു. വിനോദങ്ങളാകുമ്പോ അതില്, സന്തോഷങ്ങളാകുമ്പോ അങ്ങനെ അതില്, ഓരോരോ കാര്യങ്ങൾ വരുമ്പോ അതിലൂടെ അങ്ങനെ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ഞങ്ങൾ നീങ്ങിപ്പോവുകയായിരുന്നു. വകുന്നാ നഖൂദു ഫീ ദീനില്ലാഹ് ബിഗൈരി ഇൽമിൻ വകുന്നാ നൽഅബു ഫീ ദീനില്ലാഹി ബിഗൈരി ഇൽമിൻ വനതഖവ്വലു അലല്ലാഹി അൽഅഖാബീൽ. പടച്ചോനെ സംബന്ധിച്ച് എന്തൊക്കെയാ പറയാ, എന്തൊക്കെയാ ചെയ്യുന്നത്, ഈ ദീനിൽ എന്തൊക്കെയാ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് കൃത്യമായ ഒരു ധാരണയില്ലാതെ വിവരദോഷികളായ ആളുകളാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അവരാ നേതൃത്വം നൽകുന്നത്, അവരാ മുന്നോട്ട് നയിക്കുന്നത്, അവരാണ് നമ്മുടെ മാർഗദർശികളാകുന്നത്. ആ ആളുകളുടെ അത്തരത്തിലുള്ള അക്ഷന്ത്യമായ പ്രവർത്തനങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വകുന്നാ നഖൂദ് ഫീ ദീനില്ലാഹി ബിഗൈരി ഇൽമിൻ എന്ന് പറയുന്നത് എത്ര മോശമായ കാര്യമാണ് എന്ന് നോക്കൂ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആരാധനകളെ സംബന്ധിച്ച്, നമ്മുടെ പള്ളികളെ സംബന്ധിച്ച്, നമ്മളുള്ള ഭവനങ്ങളെ സംബന്ധിച്ച് റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. റിജാലുൻ, ആളുകൾ ആരാധനയോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന്, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന്, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദൂബി വൽ ആസാൽ. അള്ളാഹുവിന്റെ ഭവനങ്ങൾ, ആ ഭവനങ്ങൾ സംരക്ഷിക്കുന്നതിന്, ആ ഭവനങ്ങളുടെ ആളുകളാകുന്നതിന് കുറെ ആളുകളുണ്ട് ഇവിടെ. അവരാരാ? ഒരിക്കലും ലാ തുൽഹീഹിം റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, അവരുടെ കച്ചവടങ്ങളോ അവരുടെ ബിസിനസ്സുകളോ അവരുടെ കൊള്ളക്കൊടുക്കലുകളോ ഒരിക്കലും അവർക്ക് തടസ്സമായി നിൽക്കുന്നില്ല. വഅലമൂ അന്ന അശ്റഫൽ ബഖാ അലാ ദഹിരിൽ അർള് ഹിയൽ മസാജിദ് ലിഅന്നഹാ ബുയൂത്തുല്ലാഹ് വഅമറ അൻ ലാ യദ്ഉ ഫിഹാ സിവല്ലാഹി വഹിയ മഹല്ലു ഇന്തിഫാഇൽ അഹ്യാഇ ബിഹാ. ആ പള്ളികൾ ശ്മശാന ഭൂമികളാക്കരുത്. ആ പള്ളികൾ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുന്ന സ്ഥലങ്ങളാക്കി മാറ്റരുത്. ആ പള്ളികളുടെ
സംരക്ഷണം ഏറ്റെടുക്കുന്ന ആളുകളായി, അതിന്റെ ആളുകളായി നമുക്ക് മാറാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മളാണ് ഏറ്റവും ഉന്നതിയിലെത്തുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ദിൽ ഫദ്ലി വൽ വഫാ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഉസീകും വഇയ്യായ സായിൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി അല്ലാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു ഹദീസ് കൂടെ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കൂടെ ഇവിടെ നമ്മൾ കേൾക്കണം. എവിടെയാണ് നമ്മളുള്ളത്? എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ? എന്തിനൊക്കെയാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ മറ്റൊന്നുമല്ല. എന്താ അത്? വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു ജഅലല്ലാഹു ഐനാഹു ഫീ ഖൽബിഹി വജമഅ ലഹു ശംലഹു വഅതതുഹു ദുനിയ വഹിയ റാഹിമ വമൻ കാനത്ത് ദുനിയ ഹമ്മഹു ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി വഫറഖ അലൈഹി ശംലഹു വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. എന്താ? മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ഒരാളുടെ മുഖ്യ ലക്ഷ്യം. മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ഒരാളുടെ ഹമ്മ്. ഇദാ കാന ഹമ്മക് ഫീഹി വജ്ഹാൻ ഹമ്മക് അൽ ആഖിറ വ അദ്ദുനിയ യുഹിമ്മുക്. രണ്ട് തരത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. ഒന്ന് ആഖിറത്താണ്, രണ്ടാമത്തത് ദുനിയാവാണ്. മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ആരാണ് പരലോകം ലക്ഷ്യമാക്കുന്നത്? ജഅലല്ലാഹു ഐനാഹു ഫീ ഖൽബിഹി വജമഅ ലഹു ശംലഹു, അവന്റെ ഖൽബിൽ അല്ലാഹു ഐന നിറക്കും. അവനിലേക്ക് ഐന വരും, തെങ്ങിയത കടന്നു വരും. വജമഅ ലഹു ശംലഹു, വേറിട്ട് നിൽക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, അതെല്ലാം അവന് ഒന്നിച്ച് അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം അവന് വരും, അവന് സാധ്യമാകും. വഅതതുഹു ദുനിയ വഹിയ റാഹിമത്തുൻ, ദുനിയാവ് അവനിലേക്ക് കടന്നു വരും. അവനാവശ്യമായ സംഗതികൾ ആ ലോകത്ത് നിന്ന് അവന് നേടാൻ സാധിക്കും. വമൻ കാനത്ത് ദുനിയ ഹമ്മഹു, എന്നാൽ ഒരാളത് ഹമ്മ്, അവന്റെ മുഖ്യ ഉദ്ദേശം ഈ ദുനിയാവ, അതിനെ പിടിച്ചടക്കണം, അവിടെ സമ്പാദിക്കണം, വേറൊരു ആഗ്രഹവുമില്ല. ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ രണ്ട് കണ്ണുകളിലും അവൻ കാണുന്നത് ഫഖറായിരിക്കും. അവന്റെ കണ്ണുകളിൽ അവൻ കാണുന്നത് എപ്പോഴും ദാരിദ്ര്യമാണ് അവൻ ഭയപ്പെടുന്നത്. വഫറഖ അലൈഹി ശംലഹു, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ശംലുകൾ. ആ ശംലുകൾ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ വ്യത്യസ്തമായ വിധത്തിൽ അവന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. എത്ര ശ്രമിച്ചാലും എത്ര അധ്വാനിച്ചാലും അള്ളാഹു എന്താണോ ഖദറായി നിശ്ചയിച്ചിരിക്കുന്നത് ആ തോതല്ലാതെ മനുഷ്യ നിനക്ക് മറ്റെന്താണ് ആത്യന്തികമായി നേടാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾക്ക് റമദാനിന് ശേഷമുള്ള നമ്മുടെ കാലഘട്ടം എങ്ങനെയാണ് പോകുന്നത് എന്ന് ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ
അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. طيب سلام واجعل الجنه مأواهم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه